എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വെക്കേഷന് കുട്ടികളുമായി പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോയാലോ? ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് കാക്കാതിരുത്തി എന്ന സ്ഥലത്താണ് സീഷോർ ഫാം ആൻഡ് നഴ്സറി ഉള്ളത്. ഇവിടേക്ക് എൻട്രൻസ് ഫീ ഒന്നും ആവശ്യമില്ല. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് സൈഡിലും കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല രസമായി സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. നടക്കാനുള്ള വഴിയൊക്കെ. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ജംഗിൾ ബുക്കിൻ്റെ തീമൊക്കെ ചെയ്തിട്ട് കുറേ സ്റ്റാച്ചു ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നിട്ടൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് ചെല്ലുമ്പോഴാണ് പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുള്ളത്. കുറേ സ്ലൈഡുകളും ഊഞ്ഞാലുകളും ഒക്കെ ആയിട്ട് പിള്ളേർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണത്. പാർക്കിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ചെറിയ ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പെഡൽ ബോട്ടുകളാണ്. 4 പേർക്ക് ഇരിക്കാൻ പറ്റിയതും 2 പേർക്ക് ഇരിക്കാൻ പറ്റിയതുമായിട്ടുള്ള പെഡൽ ബോട്ടുകളാണുള്ളത്. അതിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറിയ കിളികളൊക്കെ ഉണ്ട് കൂട്ടിൽ. ലവ് ബേർഡ്സ് അതിനൊക്കെ വളർത്തുന്നുണ്ട്. ബോട്ടിങ് ചെയ്യാനുള്ള ആൾക്കാരാണ്. ഇതിൽ വേറെ വലിയൊരു ടൈപ്പ് വേറെ കിളിയൊക്കെ ഉണ്ട്. പാരറ്റിൻ്റെ ഒക്കെ പോലെ തോന്നും. നല്ല ഭംഗിയുള്ള കിളികൾ, വെള്ള കളറുള്ള കിളികളും പിന്നെ എന്തോ കോഴിയൊക്കെയാണെന്ന് തോന്നുന്നുണ്ടത്. അതിൻ്റെ അപ്പുറത്തായിട്ടാണ് നഴ്സറി ഇവരുടെ. ആ നഴ്സറി 9 മണി തൊട്ടിട്ട് 6 മണി വരെയാണ് അതിൻ്റെ വർക്കിംഗ് ടൈമൊക്കെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ചെടികളൊക്കെ ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ വലിയ പ്ലാവ്, മാവ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേ ഉണ്ട്. ഇവിടെ പിന്നെ ഹോഴ്സ് റൈഡ് ഉണ്ട് കേട്ടോ, കുട്ടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബോട്ടിങ് ചെയ്യണ വെള്ളമാണത്. അതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്. അതിൽ ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കുറേ കരിമീനുകളും പിലോപ്പിയ അതൊക്കെ നിറച്ചുണ്ട് അവിടെ. ബോട്ടിങ്ങിനും കുതിര സവാരിക്കൊക്കെ ചെറിയ ഫീസൊക്കെ ഉണ്ട്. ഒരു ട്രെയിൻ ഉണ്ട് ഇവരുടെ. ആ ട്രെയിനിന് ഒരാൾക്ക് 30 രൂപയാണ് വരണത്. ആ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ഈ ഫാം മൊത്തം ചുറ്റി കാണിച്ചു തരും അവർ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ പേയ്മെൻ്റുള്ള റൈഡുകളാണ്. കാറും പിന്നെ ചെറിയൊരു ജയൻറ്റ് വീലിൻ്റെ ഇതും ഒരു വഞ്ചിയിലും കുറേ ആൾക്കാരൊക്കെ കയറാം. നല്ല രസമാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും അത്.
അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു ആനയുടെ സ്റ്റാച്ചു ഒക്കെ കാണാം. അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഒട്ടകവും കുറേ കുതിരകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ ഒരു ചെറിയൊരു പാലം, അതിൻ്റെ അടിയിൽ കൂടെ ഉള്ള പുഴ തോടിൽ കൂടിയാണ് ബോട്ടിംഗ് ഒക്കെ ചെയ്യണത്. പെഡൽ ബോട്ട് ഇതിൻ്റെ അടിയിൽ കൂടിയാണ് ചവിട്ടി ആൾക്കാർ പോണത്. പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കുറച്ച് കിളികളൊക്കെ ഉണ്ട് ഒരു കുഞ്ഞ് കൂട്ടിൽ. പിന്നെ ഈ നേരെ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ട്, ചായയും പിന്നെ ഐസ്ക്രീം, പിന്നെ സൺഡേകളിലൊക്കെ ദോശ അങ്ങനെ ഫുഡൊക്കെ ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് സിംഹത്തിൻ്റെ. അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതാണ് ഈ പാർക്കിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.